സോ യൂറി മില്ലർ അഥവാ എസ് എൽ മില്ലർ എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളവിടെ പറഞ്ഞിരുന്നു ഒരു ഗ്ലാസ് അപ്പാരറ്റസ് ആണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ആ ഗ്ലാസ് അപ്പാരറ്റസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്ലോസ്ഡ് ഫ്ലാസ്ക് ആണ് ഇവിടെ കാണിച്ചേക്കണേ. ആ ക്ലോസ്ഡ് ഫ്ലാസ്കിൽ ബോയിലിംഗ് വാട്ടർ എപ്പോഴും ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് വാട്ടർ എപ്പോഴും ബോയിൽ ചെയ്യുന്നത്? അതിൽ നിന്ന് വാട്ടർ വേപ്പർ വരാൻ വേണ്ടിയിട്ടാണ്. സോ 800 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ വേപ്പർ വരാൻ വേണ്ടിയിട്ട് വാട്ടർ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ബോയിലിംഗ് വാട്ടർ ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ പോകുന്നത് ഒരു ഗ്യാസ് ചേംബറിലേക്കാണ്. ആ ഗ്യാസ് ചേംബറിലാണ് ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസുകളുണ്ട്. നമ്മൾ പറഞ്ഞ അന്നത്തെ പ്രിമിറ്റീവ് എർത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ മോളിക്യൂൾസുകൾ, മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, നമ്മൾ 800 ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞ വാട്ടർ വേപ്പർ, ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്, ഇതൊക്കെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആയിട്ട് ഈ ഗ്യാസ് ചേംബറിലുണ്ട്. സോ വാട്ടർ വേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മിക്സ്ചർ ഓഫ് ഗ്യാസസുകൾ അതിനെ ഹീറ്റ് ചെയ്യിക്കാനായിട്ട് അവിടെ നമ്മൾ ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോഡുകളിൽ നിന്ന് വരണ സ്പാർക്ക് ഡിസ്ചാർജ് വഴി ഈ പറഞ്ഞ മിക്സ്ചർ ഓഫ് ഗ്യാസ് 75,000 വോൾട്ടിലുള്ള സ്പാർക്ക് ഡിസ്ചാർജാണ് വരുന്നത് ഇലക്ട്രോഡിൽ നിന്ന്. ആ സ്പാർക്ക് ഡിസ്ചാർജ് വഴി ഈ പറഞ്ഞ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ചൂടാവുന്നു. സർക്കുലേറ്റഡ് ഓവർ ദിസ് സ്പാർക്ക് ഡിസ്ചാർജ്. അതിനുശേഷം ആ മിക്സ്ചർ ഓഫ് ഗ്യാസസ് പിന്നെ ഒരു കണ്ടൻസറിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടൻസറിൽ വാട്ടർ ഇന്നുണ്ട്, വാട്ടർ ഔട്ടുണ്ട്. സോ ഈ ഹീറ്റ് ചെയ്ത് വന്ന ആ മിക്സ്ചർ ഓഫ് ഗ്യാസസ് കണ്ടൻസറിൽ എത്തുമ്പോൾ എന്താണ്? തണുക്കുന്നു, കൂളാവുന്നു. അതിനുശേഷം അത് വേറൊരു വാട്ടർ ഡ്രോപ്ലെറ്റുകളായിട്ട് ഇതിൽ നിന്ന് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റുകളൊക്കെ കൂടി ഈ ഒരു ട്രേ പോലെ ഇതിൽ വരുന്നു. ഇവിടെ എന്താണുള്ളത്? വാട്ടർ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഇവിടെ ഫോം ചെയ്ത ആ കോമ്പിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. അവിടെ നമുക്കിതുപോലെ കാണാം ലിക്വിഡ് വാട്ടർ ഇൻ ദ ട്രാപ്പ്. സോ ഈ ലിക്വിഡുകളൊക്കെ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ അടങ്ങിയ വാട്ടറാണ്. അതിനുശേഷം ഈ പറഞ്ഞ തണുത്ത ആ മിക്സ്ചർ ഓഫ് ഇതിനെ വീണ്ടും ചൂടാക്കുന്നു. ബോയിലിംഗ് വാട്ടറിലൂടെ പോകുന്നു. അത് വീണ്ടും സ്പാർക്ക് ഡിസ്ചാർജിലൂടെ ഹീറ്റഡ് ഓവർ സർക്കുലേറ്റഡ് ആവുന്നു. മിക്സ്ചർ ഓഫ് ഗ്യാസസ് വീണ്ടും തണുക്കുന്നു. വീണ്ടും ആ വാട്ടർ ഡ്രോപ്ലെറ്റ് കണ്ടൻസറിലൂടെ പോയി തണുത്ത് വീണ്ടും ചൂടാക്കുന്നു. സോ ഓൾട്ടർനേറ്റീവായിട്ട് ഹീറ്റിംഗ്, കൂളിംഗ്, വീണ്ടും ഹീറ്റിംഗ്, കൂളിംഗ്. സോ ഇവിടെ ഹീറ്റിംഗ്, ഇവിടെ കൂളിംഗ്, ഓൾട്ടർനേറ്റീവായിട്ട് ഹീറ്റിംഗ് കൂളിംഗ് നടത്തി അവസാനം ഒരു 1 വീക്ക് കഴിയുമ്പോൾ എന്താ? ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ, സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ, പ്രിമിറ്റീവ് എർത്തിൽ ഫോം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഓർഗാനിക് കോമ്പൗണ്ടുകൾ, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളായ അമിനോ ആസിഡുകൾ ലൈക്ക് ഗ്ലൈസിൻ, അലനിൻ പോലത്തെ അമിനോ ആസിഡുകൾ യൂറിയൻ മില്ലർ അതായത് എസ് എൽ മില്ലറിന് ആ എക്സ്പെരിമെൻറ്റിലൂടെ കിട്ടി. സോ അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന അതേ കണ്ടീഷൻസ് ലാബിൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പാർക്ക് ഡിസ്ചാർജ് ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തു. സോ ബോയിലിംഗ് വാട്ടർ ആ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്, കൂളിങ്ങിന് വേണ്ടിയിട്ട് കണ്ടൻസർ, ഇത്രയും ആ ഹീറ്റിംഗ് കൂളിംഗ്, ഓൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് കൂളിംഗ്, അതുപോലെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന അതേ ഒരു അവൈലബിൾ ആയിട്ടുള്ള മിക്സ്ചർ ഓഫ് ഗ്യാസ് എല്ലാം കൊടുത്തപ്പോൾ അവിടെ അതേപോലെ എർത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അതേപോലത്തെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകളെ അവർക്ക് കിട്ടി. സോ ഇങ്ങനെ തന്നെയാണ് എർത്തിൽ ലൈഫ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ വാട്ടറിൽ ഫോം ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റി എസ് എൽ മില്ലർ എക്സ്പെരിമെൻറ്റിലൂടെ.